അപ്പം നിങ്ങൾ വിചാരിച്ചു രാവിലെ ഞാൻ എന്താ രാവിലെ ഇങ്ങനെ കാറി ഇങ്ങനെ കുത്തിയിരിക്കുന്നതല്ലേ, ഞാനും അല്ലേ ഏട്ടനും ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങളൊന്ന് പത്തനംതിട്ട വരെ പോവുകയാണ്. പത്തനംതിട്ട പോകുന്ന വേറൊന്നും അല്ല, എനിക്ക് പല്ലിൻ്റെ ഒന്ന് കമ്പി ഒന്ന് മുറുക്കണം. ഡേറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കമ്പി മുറുക്കേണ്ട സമയം. അങ്ങനെ ഏട്ടനും ഒന്ന് കണ്ണിൻ്റെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കണ്ണാടി ഏട്ടൻ്റെ പണി ഏട്ടന് കൊടുത്തിട്ടുണ്ട്. കണ്ണാടി ഇത് പെടി പൊട്ടിച്ച് കളഞ്ഞേക്കും കേട്ടോ. പെടി പൊട്ടിച്ച് അത് ഇനി ശരിയാക്കണം. അതും കൊടുത്തിട്ട് പിന്നെ കണ്ണിന് ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. തലവേദന 2 ദിവസം കൊണ്ട് നിൽക്കുവാണോ അങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ മുരുകരാണെന്ന് ഞാൻ എന്നും ഏവിഷം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പോയിക്കൊണ്ടിരുന്ന കേട്ടോ, മുരുകര ബസ്. അങ്ങനെ പിന്നെ നമ്മൾ പത്തനംതിട്ട വന്നു കേട്ടോ. പത്തനംതിട്ട ഈ പാറ കാണുന്നതാണ്. പാറ അവിടെ ഒരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലത്തിൽ ആണ് നമ്മുടെ ഇവിടെ അവിടെ നിന്നാൽ പത്തനംതിട്ട മൊത്തം കാണാം, പത്തനംതിട്ട സിറ്റി മൊത്തം കാണാം കേട്ടോ. അപ്പം പിന്നെ ഞങ്ങൾ എന്താശുപത്രി വന്നു കേട്ടോ. എന്നെ ആയിട്ട് അവിടെ ഇറക്കി വിട്ടു. പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല വണ്ടി, അതുകൊണ്ട് തന്നെ എന്നെ അവിടെ ഇറക്കി വിട്ടു. ഞാൻ അവിടെ നടന്നു പോയി എഴുതി. എന്നിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. തിരക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാം ശരിയാക്കി എൻ്റെ പല്ലെല്ലാം ഓക്കെ ആക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമായിരുന്നു കേട്ടോ. നടന്ന് വണ്ടി ഇട്ട് എവിടെ കിടക്കുന്നത് അവിടോട്ട് പോവുകയാണ്. ഇനിയും മന്ദം നടന്ന് പോകണം. എന്നിട്ട് വേണം ഇനി ഏട്ടൻ്റെ കണ്ണിൻ്റെ ഒന്ന് കാണിക്കാൻ പോകണം കേട്ടോ. ഇനി അവിടെ തിരക്കാണോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, നമുക്ക് പോകണം. അങ്ങനെ ഞാൻ അഹല്യ ഹോസ്പിറ്റലിലെത്തി കേട്ടോ. ഹോസ്പിറ്റലിലെത്തിയിട്ട് ഇനിയും അവിടെ ചെന്ന് നമ്മൾ ഇനി ഇവിടെ എന്താണ് പറയുന്നതെന്ന് നമുക്കറിയത്തില്ല. അതൊന്നും നമുക്ക് ഇനി നോക്കണം. ഇവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ്റെ ഗ്ലാസിൻ്റെ പോയത് അതിനി അത് ഫുള്ളായിട്ട് ബോഡി മാറ്റണമെന്നാണ് പറയുന്നത് കേട്ടോ. ദേവനത് ക്ലിപ്പ് ഒടിഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ കാണിച്ച് ചെക്ക് ചെയ്തു. കുഴപ്പമൊന്നുമില്ല, കണ്ണിന് വേറെ ഒന്നും കുഴപ്പമൊന്നുമില്ല. ആ ഗ്ലാസ് തന്നെ യൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ചെന്നിട്ട് വേണം ദേവനെ എടുത്തുകൊണ്ട് വേണം നമുക്ക് വീട്ടിലോട്ട് പോകാൻ. അപ്പോൾ ഇനി പിന്നെ പോകുന്ന വഴിക്ക് നമ്മൾ വെളിച്ചെണ്ണ മേടിക്കാൻ വേണ്ടി കയറി കേട്ടോ. വെളിച്ചെണ്ണ മേടിച്ചിട്ട് ഇനി ദേവനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് ഞാൻ പിന്നെ വരുവാണ്. വെളിച്ചെണ്ണയുടെ വിലയൊക്കെ കേട്ട് ഞാൻ കീഴിൽ പോയി ഇരിക്കുവാണ് അവിടെ എന്ന്. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ മേടിച്ച് ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്ന് ദേവനെ എടുത്തിട്ട് നമ്മൾ തിരിച്ച് പിന്നെ പോവുകയാണ് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഓക്കെ, ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ബൈ.